നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ലോകം നാളെയും ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മായന്മാരും പ്രവാചകന്മാരും ഒക്കെ നൂറ്റാണ്ടുകളായി നമ്മളോട് പറഞ്ഞ ആ രഹസ്യം അത് സത്യമാവുകയാണോ? നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ മനസ്സിനെ അലട്ടുന്ന ആ ചോദ്യം, എപ്പോഴായിരിക്കും എല്ലാം അവസാനിക്കുക? അതായത് ലോകാവസാനം എന്നത് വെറും കെട്ടുകഥകളാണോ, അതോ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണോ? ഇന്ന് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായും കാണണം. ഇപ്പോൾ ഒരു ആത്മീയ നേതാവിന്റെ പ്രവചനം ലോകമെമ്പാടും ചർച്ചയാവുകയാണ്. ഈ വർഷം അവസാനത്തോടെ ഒരു ഭീമൻ വാൽ നക്ഷത്രം ഭൂമിയിൽ പതിക്കുമത്രേ. അതോടെ ഈ ലോകം അവസാനിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പാകിസ്ഥാനിൽ നിന്നുള്ള ആത്മീയ നേതാവാണ് ഇത്തരത്തിലൊരു പ്രവചനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ ലോകത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ആരാണ് ഈ പ്രവാചകൻ? ശാസ്ത്രവും വിശ്വാസവും നേർക്കുനേർ വരുന്ന ഈ ദുരൂഹതകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ വർഷം അവസാനത്തോടെ ഒരു ഭീമൻ വാൽ നക്ഷത്രം ഭൂമിയിലേക്ക് പതിക്കും. അത് സകലതിനെയും തുടച്ചു നീക്കും. പാകിസ്ഥാനി ആത്മീയ നേതാവും മിസ്റ്റിക്കുമായ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയാണ് ഈ പ്രവചനം നടത്തിയത്. അദ്ദേഹത്തിന്റെ അന്ത്യദിന മുന്നറിയിപ്പുകൾക്ക് ആധാരം 2000-ൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദ റിലീജിയൻ ഓഫ് ഗോഡ് എന്ന പുസ്തകമാണ്. ഇത് മനുഷ്യരാശിക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം പ്രാധാന്യം നൽകിയത് മതപരമായ അതിർവരമ്പുകൾക്കപ്പുറം ഹൃദയത്തിലൂടെ ദൈവത്തെ അറിയുന്നതിനാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ സജീവമാണ്. ചന്ദ്രനിലും മറ്റ് ആകാശഗോളങ്ങളിലും അദ്ദേഹത്തിന്റെ ചിത്രം പതിഞ്ഞതായും അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടായ പ്രവചനത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണല്ലോ അദ്ദേഹം അന്ത്യദിനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഒരു വാൽ നക്ഷത്രം ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർണ്ണനാശം ഉറപ്പാക്കും. അടുത്ത 20 മുതൽ 25 വർഷത്തിനുള്ളിൽ ആ വാൽ നക്ഷത്രം ഭൂമിയിൽ പതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പതിക്കുന്ന ദിനമായിരിക്കും ഈ ലോകത്തിന്റെ അവസാന ദിവസം. ഗോഹർ ഷാഹിയുടെ അനുയായികളുടെ അഭിപ്രായത്തിൽ വരാനിരിക്കുന്ന വാൽനക്ഷത്ര ആക്രമണം വൻ ഭൂകമ്പങ്ങൾ, സുനാമികൾ, വ്യാപകമായ സാമൂഹിക തകർച്ച എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ്. 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ദുരന്തം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോൾ സജീവമായി പ്രചരിപ്പിക്കുന്നു. കാരണം ആണവായുധങ്ങൾ ഇന്ധനമാക്കുന്ന അനന്തമായ യുദ്ധങ്ങൾ, പരസ്പരം വിവേകമില്ലാതെ നശിപ്പിക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത എന്നിവയെല്ലാം ഈ ധാർമ്മിക തകർച്ചയുടെ ലക്ഷണങ്ങളാണ് എന്നാണ് അവർ കരുതപ്പെടുന്നത്. അടുത്ത വർഷമാകാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഭൂമിയെ ഭീഷണിപ്പെടുത്തുമെന്ന് പ്രവചിപ്പിക്കപ്പെട്ട വസ്തുക്കളെ കുറിച്ച് നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളൊന്നും ഇനിയും ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല. ബഹിരാകാശ ശിലയായ അപ്പോഫിസ് ഉൾപ്പെടെ നിരവധി വാൽ നക്ഷത്രങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയും അടുത്തിടെ നാസയുടെ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത കുറഞ്ഞ വസ്തുക്കളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അവയൊന്നും ഉടൻ ഭൂമിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പുസ്തകം പുറത്തിറങ്ങി 1 വർഷത്തിനു ശേഷം 2001 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് ഗോഹർ ഷാഹി ദുരൂഹമായി അപ്രത്യക്ഷനായി. ഇന്ന് 84 വയസ്സ് തികയുന്ന ആത്മീയ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും നിലവിൽ ലോകത്തിൽ നിന്ന് ഒളിവിലാണെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ അന്ത്യദിന വാൽ നക്ഷത്രത്തിന്റെ ലക്ഷണങ്ങൾ സൗരയൂഥത്തിൽ ഇതിനകം തന്നെ കണ്ടിരുന്നുവെന്നും ഇതിന്റെ ഒരു ഭാഗം വ്യാഴഗ്രഹത്തിൽ പതിച്ചതായും ഗോഹർ ഷാഹി വ്യക്തമാക്കുന്നു. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വാൽ നക്ഷത്രത്തിന്റെ ചില ലക്ഷണങ്ങൾ സൗരയൂഥത്തിൽ കണ്ടിരുന്നതായും അതിന്റെ ഒരു ഭാഗം വ്യാഴഗ്രഹത്തിൽ പതിച്ചതായും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നും അവർ വാൽ നക്ഷത്രം ഭൂമിയിൽ പതിക്കും മുൻപ് ചന്ദ്രനിലേക്കോ മറ്റ് ഗ്രഹങ്ങളിലേക്കോ പലായനം ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു ചരിത്രപരമായ മറ്റൊരു വസ്തുതയുണ്ട്. പുസ്തകം വരുന്നതിന് മുൻപ് വ്യാഴത്തിൽ നടന്ന ഒരേ ഒരു പ്രധാന കൂട്ടിയിടി 1994 ഷൂമേക്കർ ലെവി 9 എന്ന ധൂമകേതുവിൻ്റെതായിരുന്നു. ഈ ധൂമകേതു വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ അകപ്പെട്ട 21 കഷ്ണങ്ങളായി പിളർന്ന് അതിന്റെ അന്തരീക്ഷത്തിൽ പതിക്കുകയുണ്ടായി.
ഗോഹർ ഷാഹി ഈ യഥാർത്ഥ സംഭവത്തെ തന്റെ പ്രവചിക്കപ്പെട്ട വാൽനക്ഷത്രത്തിന്റെ ഭാഗമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു ശാസ്ത്രീയ സംഭവത്തെ സ്വന്തം പ്രവചനങ്ങളുമായി കൂട്ടിക്കെട്ടി വിശ്വാസ്യത നേടാനുള്ള ശ്രമമായാണ് നിരീക്ഷകർ പക്ഷേ കാണുന്നത്. എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറം ഭൗതിക ലോകത്ത് വാൽനക്ഷത്രങ്ങൾ ഒരു ഭീഷണിയാണോ എന്ന് തീരുമാനിക്കുന്നത് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളാണ്. ലോകത്തെ പ്രമുഖ ബഹിരാകാശ ഏജൻസികളായ നാസയും മറ്റ് ഏജൻസികളും ഭൂമിയെ ലക്ഷ്യമാക്കിയുള്ള ബഹിരാകാശ വസ്തുക്കളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ വസ്തുക്കളെ നിയർ എർത്ത് ഒബ്ജക്ട്സ് എന്നാണ് വിളിക്കുന്നത് തന്നെ. വർഷാവസാനത്തോടെ ഒരു വാൽനക്ഷത്രം ഭൂമിയിൽ പതിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടും നാസയോ മറ്റ് ഏജൻസികളോ ഇതുവരെയും അങ്ങനെയൊരു ആസന്നമായ ഭീഷണി പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ദൈവനിന്ദയ്ക്ക് കാരണമായിരുന്നു എന്നും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. 2000 അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും സംഘടനകളും രാജ്യവ്യാപകമായി തന്നെ നിരോധിക്കപ്പെട്ടു. ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഇന്നും ലോകമെമ്പാടുമുള്ള നിരവധി അനുയായികൾ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിലും ദർശനങ്ങളിലും ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ലോകം അവസാനിക്കുമെന്ന പ്രവചനങ്ങൾ മനുഷ്യനെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഗോഹർ ഷാഹിയുടെ പ്രവചനം മനുഷ്യന്റെ ധാർമ്മികമായ തകർച്ചയും ദൈവത്തിന്റെ ശിക്ഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയമായ കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ ശാസ്ത്രീയമായി നിലവിൽ ഒരു ഭീഷണിയും ഇല്ല. പ്രവചനങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണണോ അതോ ശാസ്ത്രീയമായ യുക്തിയോടെ തള്ളിക്കളയണോ എന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്.